പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു സൈഡ് കർട്ടൻ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം, സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവേ പാസഞ്ചർ സീറ്റ് ഇല്ലാത്ത, അതായത് ഇൻറ്റീരിയർ ഇല്ലാത്ത, ഡ്രൈവർ ക്യാബിനല്ല, പാസഞ്ചർ സീറ്റ് ഇല്ലാത്ത മോഡലിൽ പൊതുവേ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സൈഡ് ഇതേപോലെ കർട്ടൻ ഇട്ടിട്ട് കവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ചില മോഡൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് ബ്ലാക്ക് കളർ ആക്കും. നമ്മൾ ട്രാവലറിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഗ്ലാസ് ബ്ലാക്ക് കളർ ആക്കുമെന്ന്. കൂളിംഗ് ഫിലിം ഒട്ടിക്കാണ്ട് പെയിൻറ്റ് അടിച്ചിട്ട് ബ്ലാക്ക് ആക്കുന്നില്ലേ, അങ്ങനെയാണ് ഇപ്പം കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ പണ്ട് മുതലേ ചെയ്യുന്നതാണ്. ആ ബ്ലാക്ക് കളർ ആക്കുന്നതിൽ ഇപ്പം ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഈ ഒരു കർട്ടൻ നമ്മൾ പണ്ട് മുതലേ എല്ലാവരും ചെയ്യുന്നതാണ്. ഞാനും എല്ലാം പണ്ട് മുതലേ ഇതന്നെ ചെയ്യല്. പക്ഷേ എങ്കിൽ നേരം കാർബോർഡ് കൊണ്ടാണ് ചെയ്യല്. കാർബോർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാർബോർഡിൻ്റെ ഒരു ലെയർ പറിച്ച് കഴിഞ്ഞാൽ, അതായത് കുറേ ലെയർ ആയിട്ടുണ്ടാവും, ആ ഒരു ലെയർ മുകളിലത്തെ ലെയർ പറിച്ച് കഴിഞ്ഞാൽ ഉള്ളിലിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മടക്ക് പോലെ ഉണ്ടാവില്ല, ഒരു ഹമ്പ് പോലെ, മനസ്സിലായില്ല? ആ ഒരു സംഭവം ഇങ്ങനെ കുത്തനെ വരുന്ന പോലെ, പുറത്ത് കാണുന്ന പോലെ കളർ അടിച്ചിട്ട് പെയിൻറ്റ് അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാലാവും. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കാർബോർഡാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, ഒരു ഒറിജിനാലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ തുണീനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കർട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഇന്നെന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോട്ടൻ്റെ തുണിയാണ്. ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് കോട്ടൻ്റെ തുണിയെ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ പോളിസ്റ്റർ അങ്ങനത്തെ തുണി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം പഴയൊരു ചുരിദാറിൻ്റെ എന്തെങ്കിലും പീസ് മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചെറിയ സൈസിൽ ചെറിയ കട്ടിങ് ആയിട്ട് ഈ ഒരു തുണീൻ്റെ പീസ്, കോട്ടൻ്റെ പീസ് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അന്നേരം നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബസ്സിൻ്റെ വിൻഡോൻ്റെ അളവ് എടുക്കണം, ഹൈറ്റ് എടുക്കണം. അതായത് ക്വാർട്ടർ ഗ്ലാസ് അടക്കം കേട്ടോ, ടോപ്പ് വരെ എടുക്കണം. ടോപ്പിൽ നിന്ന് തന്നെ നമ്മൾ കർട്ടൻ തുടങ്ങുക. താഴെ വിൻഡോ കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം താഴോട്ട് കൂടി എടുക്കണം. ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ടോ, ആ ഒരു സ്ഥലം വരെ എടുക്കണം. വിൻഡോൻ്റെ കറക്റ്റ് അളവല്ല, കുറച്ചുകൂടി താഴോട്ട് വരെ എടുക്കണം. അപ്പോൾ ആ ഒരളവ് ഞാനിപ്പം ചെയ്യുന്ന ബസ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പം നോക്കുമ്പോൾ ഒരു 6.5 സെൻറ്റിമീറ്ററാണ് കർട്ടൻ്റെ ഹൈറ്റ് വരുന്നത്. അതിപ്പം കുറഞ്ഞു പോയാലേ പ്രശ്നമുള്ളൂ, കൂടിപ്പോയാൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു 6.5 മാർക്ക് ചെയ്തിട്ട് 2 പീസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് 2 സൈഡിലേക്ക്, ലെഫ്റ്റും റൈറ്റും സൈഡിലേക്ക് നമുക്ക് 2 പീസ് ഇതേപോലെ കോട്ടൻ്റെ പീസിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ലെങ്ത്ത് വരുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതൽ എടുക്കണം കേട്ടോ. അതായത് ഇപ്പോൾ വിൻഡോൻ്റെ ഇപ്പോൾ ഒരു 45 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് മൊത്തത്തിൽ വരുന്നെങ്കിൽ ഒരു 50-55 സെൻറ്റിമീറ്റർ ലെങ്ത്തെങ്കിൽ നമ്മളെ തുണി കട്ട് ചെയ്തെടുക്കണം. കാരണം മടക്കി വെക്കുമ്പോൾ ലെങ്ത്ത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ലെങ്ത്ത് കുറച്ചധികം തന്നെ വെച്ചിട്ട് ഹൈറ്റ് 6.5, ലെങ്ത്ത് ഏകദേശം ഒരു 50-55 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടാവും. അപ്പോൾ നീളം കുറച്ചധികം തന്നെ വെച്ചോ, ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കൈനെ കൊണ്ട്. ഒരു ചുളിവ് വരുത്തുക. ചുളിവ് വെച്ചാൽ എങ്ങനെയെങ്കിലല്ല, കുത്തന സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരുത്തണം. അതിന് ഇതേപോലെ മടക്കി വെക്കുക ക്ലോത്ത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ മറ്റേ തയ്യൽ മെഷീനോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ തയ്യൽക്കാരോട് പറഞ്ഞാൽ അവരാക്കി തരാം, അവർക്ക് അറിയാമായിരിക്കും. മടക്കി വേണമെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവരിങ്ങനെ മടക്കി വെച്ച് മേലെ എന്തായാലും സ്റ്റിച്ച് ചെയ്തെന്നാൽ പിന്നെ പേടിക്കുകയോ വേണ്ട, സംഭവം സെറ്റാണ്. പക്ഷേ എങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തയ്യൽ മെഷീനൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ ചുളിക്കുക വെച്ചാൽ എങ്ങനെയെങ്കിലും ചുളിക്കലല്ല, നേരെ തന്നെ ചുളിക്കും. ഇവിടെ കാണുന്ന പോലെ കുത്തന്നെ നമുക്ക് ലൈൻസ് വരണം, മടക്ക് വരണം കുത്തന. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ മടക്കണം. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നല്ല നോക്കി മടക്കണം. എങ്ങനെയെങ്കിലും മറ്റേ കൈമ പിടിച്ചിങ്ങനെ ചുളുക്കി ഇതാക്കിയിട്ട് കാര്യമില്ല. നേരെ ലൈൻസ്, കുത്തന ലൈൻസ് മടക്ക് വരുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലതിനെ ശ്രദ്ധിച്ചിട്ട് മടക്കി എടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ മടക്കി വരുത്തിച്ചത് നിവർത്തി നോക്കുമ്പോൾ ഇതായിരിക്കും നമ്മളെ റിസൾട്ട് വരുന്നത്. കാരണം നല്ല വൃത്തിക്ക് തന്നെ കിട്ടണം. എങ്ങനെയെങ്കിലും സൈഡോട്ടൊന്നും ആയിട്ട് കാര്യമില്ല, ഇതേപോലെ കുത്തനെ തന്നെ നമുക്ക് ആ ഒരു മടക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു മടക്കിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. തയ്യൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു മടക്ക് ഇതേപോലെ വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ലത് അതായിരിക്കും. തയ്യൽ മെഷീനെല്ലാം വീട്ടിലുണ്ടെങ്കിൽ അതന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നതാണിത്, ലെങ്ത്ത് എല്ലാം കറക്റ്റ് അല്ലേ നോക്കുന്നത്. ഇതിപ്പം കുറച്ച് അധികം ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് 2 ഫോം ഷീറ്റിൻ്റെ പീസ് വേണം. വീഡിയോയിൽ കാണുന്ന പോലെ 2 പീസ് ഫുൾ ലെങ്ത്ത് പീസ് വേണം. ഹൈറ്റ് വരുന്ന ക്വാർട്ടർ ഗ്ലാസിൻ്റെ ആ ഒരു ഹൈറ്റ് തന്നെ എടുത്തോ. ഹൈറ്റ് ഒന്നും പ്രശ്നമൊന്നുമില്ല എത്രയായാലും. ഇത് ഏകദേശം വെച്ച് നോക്കുമ്പോൾ ലെങ്ത്ത് കുറച്ച് അധികം ഉണ്ടാകും, നമുക്ക് പിന്നെ കട്ട് ചെയ്യാം. ഹൈറ്റ് ക്വാർട്ടർ ഗ്ലാസ് കവർ ചെയ്യുന്ന പോലത്തെ ആ ഒരു ഹൈറ്റ് ചെയ്യുക. ഒറ്റ പീസ് തന്നെ എടുക്കുക. 2 പീസായാലും പ്രശ്നമൊന്നുമില്ല, ഒറ്റ പീസായിരിക്കും നല്ലത്. അതിന് ശേഷം നമുക്ക് കർട്ടൻ ഇല്ല, ആ ഒരു മടക്കോട് കൂടി തന്നെ ഒട്ടിച്ചെടുക്കണം ഫസ്റ്റ് കിക്ക് ഉപയോഗിച്ചിട്ട്.
മടക്കെന്ന് വെച്ചാൽ ഈ ഒരു ചുളിവ് അങ്ങനെ തന്നെ കിട്ടണം. നേരെ പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചാൽ മൊത്തത്തിൽ പണി പാളും, ഒരു ലുക്ക് പിന്നെ ബോറായിരിക്കും. ഈ ഒരു മടക്ക് ഇതേപോലെ വരുന്ന രീതിക്ക് തന്നെ ഒട്ടിക്കണം. കുറച്ച് പണിയുണ്ട്, കൈമിലെല്ലാം ഫസ്റ്റ് കിക്കെല്ലാം ആവും. അപ്പോൾ അതെല്ലാം സഹിക്കുക, വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിച്ച് ചെയ്താൽ പിന്നെ കൈക്കൊന്നും ഫസ്റ്റ് കിക്കൊന്നും ആവാണ്ട് സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ മടക്കി മടക്കി ഒട്ടിക്കുമ്പോൾ കയ്യിൽ ഫസ്റ്റ് കിക്കെല്ലാം ആവും. അതെല്ലാം പിന്നെ ഈ ഒരു പണിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അപ്പം പിന്നെ അങ്ങനെ ഒട്ടിക്കുക. ഈ ഒരു മടക്ക് കളയാണ്ട് തന്നെ, മടക്കാണ് നമ്മളെ മെയിൻ, എന്നാലേ കറക്റ്റനാന്ന് പറയൂ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു മടക്കോടുകൂടി ഫസ്റ്റ് ഫോം ഷീറ്റിൻ്റെ പീസിൽ ഫസ്റ്റ് കിക്കോ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിച്ചാൽ മതി. ഫസ്റ്റ് കിക്ക് കൊണ്ടാണ് ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഫെവി ബോണ്ടെല്ലാം കൊണ്ട് ഒട്ടിക്കുക. ഫെവി കോളൊന്നും വെച്ച് ഒട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആയിട്ട് അത് ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ വരുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ വേറെ പണിയൊന്നുമില്ല. നമ്മളെ കറക്റ്റിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അവർ കറക്റ്റ് ലെങ്ത്തെല്ലാം കറക്റ്റാക്കി നോക്കുക. മറ്റേ ഫുള്ളായിട്ട് വേണം, ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഫുള്ള് കവറാകുന്നില്ലേ എന്നെല്ലാം നോക്കുക. അതിന് ശേഷം ഇതിപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കറക്റ്റ് ഫിറ്റായി നിൽക്കുന്നുണ്ട്. ഒട്ടിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. ഒട്ടിക്കും എന്തായാലും, എന്നാലും ഇപ്പം വെറുതെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കറക്റ്റ് ഫിറ്റ് നിൽക്കുന്നുണ്ട്. ഒട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പണി പാടും. പിന്നെ നമ്മൾ ബേക്കിനും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മടക്ക് കുറഞ്ഞു പോയതിനോ സംശയമുണ്ട്. നമ്മൾ രണ്ടാമതൊന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ബേക്ക് വിൻഡോക്ക് വേണ്ടിയിട്ട് ബേക്ക് വിൻഡോയിൽ ആ ഒരു വിൻഡോൻ്റെ സൈസ് എടുത്തിട്ട് നേരത്തെ കാണിച്ച അതേ മെത്തേഡ് ഒന്നിങ്ങനെ മടക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഫോം ഷീറ്റിൻ്റെ പീസിൽ ഒട്ടിക്കുക. അതും ഇതേപോലെ വെറുതെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് കാണിക്കുന്നതാണ്. അതിന് ശേഷം എന്തായാലും ഒട്ടിക്കും. ഒട്ടിച്ചിട്ടില്ലെങ്കിൽ പണി വാളും. അപ്പം കർട്ടൻ്റെ പണി ഇത്രയേ ഉള്ളൂ. ഇനിയുള്ള പണി വെച്ച് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതെല്ലാം ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഈ ഇടിയെല്ലാം ഫ്ലസ്കി കൊണ്ട് ഒട്ടിക്കുക. എന്നാലേ ഫിക്സായിട്ട് നിൽക്കും സംഭവം. പിന്നെ വരുന്ന പണി മാസ്കിംഗ് ടേപ്പ് എടുക്കുക, ഈ ഒരു അടിയിൽ ഒട്ടിക്കുക. മാസ്കിംഗ് ടേപ്പ് ആ ഒരു ക്ലോത്തിൻ്റെ അടിഭാഗമില്ലേ, അത് നമ്മൾ ബോഡിയായിട്ട് പിടിച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ഗ്യാപ്പ് വരും. ഇവിടുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലത്തെല്ലാം ഗ്യാപ്പ് ഉണ്ടാവും, ഉള്ളിൽ കാണുന്നുണ്ടാവും. അത് നമ്മൾ ഈ ഒരു മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നത് വഴി ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ എല്ലാം ഒട്ടിച്ച് കൊടുക്കുക. അപ്പുറത്തെ സൈഡും ബാക്കും ഫ്രണ്ടും എല്ലാം, രണ്ട് സൈഡും ബാക്കും എല്ലാം ഒട്ടിച്ച് കൊടുക്കുക. മാസ്കിംഗ് ടേപ്പും അടിയിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മാസ്കിംഗ് ടേപ്പ് അടിയിൽ ഇതേപോലെ ഒട്ടിച്ചെടുത്താൽ നമ്മളെ പരിപാടി കംപ്ലീറ്റ് ആയി. ഒട്ടിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ ഒരു മടക്കില്ലേ, ഒരു ചുളിവ് കൊടുത്തിട്ടില്ലേ മടക്ക് പോലെ, അത് താഴെയും വരുത്തണം. ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ മടക്കി മടക്കി വെച്ച് ഒട്ടിക്കണം. പ്ലെയിനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു തുണി വിരിച്ചിട്ട പോലെ ഉണ്ടാവുക, അത് കറക്റ്റനാന്ന് കാണുമ്പം തോന്നൂല. അപ്പം താഴെ ഇതേപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുമ്പം കുറച്ച് വൃത്തിക്കെല്ലാം ഒട്ടിക്കാം. ഞാനിപ്പോൾ ഉള്ളിൽ വരുന്നതുകൊണ്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ ഒട്ടിച്ചാൽ. അപ്പോൾ ഒട്ടിക്കുമ്പം ഈ ഒരു മടക്ക് അങ്ങനെ തന്നെ നിലനിർത്തണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിലനിർത്തിയിട്ട് തന്നെ ഇതാക്കണം. മാസ്കിംഗ് ടേപ്പ് മുകളിൽ ഈ ഒരു മടക്ക് നമ്മൾ ചെയ്ത പോലെ തന്നെ താഴെയും ചെയ്യണം, അല്ലെങ്കിൽ ബോറായിരിക്കും. അപ്പോൾ അതാണ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് പകുതി തുണിയിലും വരണം മാസ്കിംഗ് ടേപ്പ്, പിന്നെ അതിൻ്റെ അടിഭാഗം ബോഡിയിലും. അപ്പം ഫിക്സായിട്ട് അവിടെ നിന്നോളും. അല്ലെങ്കിൽ എന്നുള്ള പ്രശ്നം വെച്ചാൽ നമ്മളിതാ ഇവിടെ നോക്കുമ്പം ഇങ്ങനെ ഗ്യാപ്പ് കാണും, താഴെ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ. താഴെ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചുകൊണ്ട് ഒരു ഗ്യാപ്പും ഒന്നും കാണാൻ പറ്റില്ല. അപ്പം സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട്. എന്തുണ്ട് എല്ലാവരും അഭിപ്രായം പറയാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ചെറിയൊരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ഇതേ കളർ കറക്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ വർക്കിലും ചെയ്തേ. കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല നിങ്ങൾ. ഒരു ലൈക്ക എന്ന് പറഞ്ഞ ബസ് നമ്മളതിൻ്റെ റിവ്യൂവിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് സെയിം കളർ കറക്റ്റനെ ഇട്ടേ. അപ്പോൾ നമ്മളെ ഓർഡർ തന്ന കസ്റ്റമർ പറഞ്ഞു അതേ കളർ തന്നെ എടുത്തോ, അത് അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ബ്ലാക്ക് കളർ ഗ്ലാസ് വേണ്ട, കറക്റ്റൻ തന്നെ മതി, കറക്റ്റൻ തന്നെ ഈ ഒരു കളർ തന്നെ കിട്ടുമെങ്കിൽ നല്ലതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു നീല ഷെയ്ഡ് അടിക്കുന്ന ഒരു ഇതുപോലെ തോന്നുന്നു. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇത് പച്ചയാണ്. പച്ച വെച്ചാൽ നല്ലൊരു പച്ച കളറല്ല, ചെറിയൊരു ഇതുണ്ടെങ്കിലും വീഡിയോയിൽ കാണുന്ന ഒരു കളറല്ല ശരിക്ക്. വീഡിയോയിൽ ഒരു നീല പോലെ തോന്നുന്നു, നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാർട്ടൺ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇതന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ് ഉള്ളിൽ ഒട്ടിക്കേണ്ടതായതുകൊണ്ട് ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമ്മൾ പുറത്താണ് ഒട്ടിക്കുക. ക്വാർട്ടർ ഗ്ലാസ് പുറത്ത് ഒട്ടിക്കുന്നതുകൊണ്ട് അത് പിന്നെ പെയിൻറ്റിങ്ങിന് ശേഷമേ ഒട്ടിക്കും. പിന്നെ അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിന് പെയിൻറ്റിങ് ആണ്. അല്ലറ ചില്ലറ ചെറിയ പണിയും കൂടി കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിലേക്ക് കയറും. പെയിൻറ്റിങ്ങിന് വീഡിയോയിൽ നമ്മൾ ഇടാം, എന്തായാലും ഫുള്ള് പ്രോസസ്സ് ഇടാം. അതായത് മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്യുന്നതും പെയിൻറ്റ് അടിക്കുന്നതും പിന്നെ ക്ലിയർ കോട്ട് അടിക്കുന്നതും എല്ലാം ചെയ്യുക. ടോപ്പെല്ലാം വെക്കാനുണ്ട്. പിന്നെ ബേക്ക് കറക്റ്റ് നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ബ്രേക്ക് ലൈറ്റിനെല്ലാം പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ബേക്ക് കറക്റ്റാനും കൂടി ഒട്ടിച്ച് ടോപ്പും കൂടി ഒട്ടിച്ച്, പിന്നെ ചെറിയ ചെറിയ പുട്ടികാർക്ക് ചെറിയ സ്ഥലത്ത് ഇത് ഇവിടെയൊക്കെ ചെറിയ അവിടെ ഒരു ലൈന് വരുന്നുണ്ടോ, ഇത് എക്സ്ട്രാ ഒരു പീസ് വെച്ച് ഒട്ടിച്ചാൽ. അപ്പോൾ അവിടെ ഒന്നും ഇടാനുണ്ട്. പിന്നെ ഇവിടെയെല്ലാം ചെറിയൊരു ടച്ചിങ് വർക്കെല്ലാം വരാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞാൽ പെയിൻറ്റിങ് ക്യാബിനിൽ നമ്മൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷമാണ് ചെയ്യുക.
അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും അടുത്ത് തന്നെ കാണാം. ഓക്കെ.